ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. സ്കിൻ കെയറിൽ തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും, എന്തിനാണ് രണ്ട് ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ, അതായത് ഡേ ക്രീം എന്നും നൈറ്റ് ക്രീം എന്നും പറഞ്ഞിട്ട് എന്തിനാണ് രണ്ട് ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളത് ചിലർക്കെങ്കിലും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടായിരിക്കും. നമുക്ക് എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു ക്രീം തന്നെ രണ്ട് ടൈമിൽ യൂസ് ചെയ്തുകൂടാ, മോർണിംഗിൽ യൂസ് ചെയ്യുന്നത് തന്നെ എന്തുകൊണ്ട് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ നൈറ്റ് ക്രീം തന്നെ എന്തുകൊണ്ട് മോർണിംഗിൽ യൂസ് ചെയ്തുകൂടാ എന്നൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ടാവും. എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് സ്കിൻ കെയറിൽ ബിഗിനർ ആയിരുന്ന സമയത്തൊക്കെ എനിക്ക് ഈ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഒരു ഡേ ക്രീം വാങ്ങിയിട്ട് അത് തന്നെ നൈറ്റ് ടൈമിലും യൂസ് ചെയ്തിട്ടുണ്ട്, നൈറ്റ് ക്രീം ഡേ ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല അബദ്ധങ്ങളും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതൊന്നും പറഞ്ഞു തരാനൊന്നും ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നും ഇപ്പോഴും അതിനെക്കുറിച്ച് അധികം അറിയാത്ത ആൾക്കാരുണ്ടെന്നും ഒക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമുക്ക് ഡേ ക്രീംസിനെ കുറിച്ചിട്ട് പറയാം. ഡേ ക്രീംസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ മോർണിംഗ് സ്കിൻ കെയറിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു ക്രീമാണ്. ഈ ക്രീം എന്ന് പറയുമ്പോൾ, അതായത് ഡേ ക്രീം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഓൾ ഡേ ഹൈഡ്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ തരുന്ന ഒന്നാണ്. അതായത് പകൽ സമയങ്ങളിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡാമേജസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡാമേജസ് നമ്മുടെ സ്കിന്നിന് ക്രിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളായിട്ട് എക്സ്പോസ്ഡ് ആവാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് UV റേസ്, അല്ലെങ്കിൽ ഡേർട്ട്, പൊല്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ നിന്നുള്ള, അതായത് മൊബൈൽ സ്ക്രീൻ ആകട്ടെ, ലാപ്ടോപ്പ് സ്ക്രീൻ ആകട്ടെ, അതിൽ നിന്നൊക്കെയുള്ള ബ്ലൂ ലൈറ്റ്, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഡാമേജസ് നമ്മുടെ സ്കിന്നിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആ ഒരു ഹാംഫുൾനെസ് തടയുന്ന രീതിയിലാണ് ഡേ ക്രീം പലതും ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് UV പ്രൊട്ടക്ഷൻ, പൊല്യൂഷൻ, ഡേർട്ട്, ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പല ഡേ ക്രീംസും ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഡേ ക്രീംസിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ വളരെ തിൻ ടെക്സ്ചർ ആയിരിക്കും, വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. നമ്മുടെ സ്കിന്നിലേക്ക് ഈസിലി അബ്സോർബ് ആകാൻ വേണ്ടിയിട്ടാണ് ഡേ ക്രീംസ് വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കൺസിസ്റ്റൻസിയിൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പലരും വന്നിട്ട് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായാലും അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ആയാലും ഒക്കെ അറ്റ്ലീസ്റ്റ് ലൈറ്റ് മേക്കപ്പ് എങ്കിലും ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ നമ്മളൊരു ഡേ ക്രീം യൂസ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ബേസ് മേക്കപ്പ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിനെ ഗ്ലൈഡ് ചെയ്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഡേ ക്രീമിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ നല്ലൊരു ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഗുഡ് ഹൈഡ്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അതെ, നല്ല രീതിക്ക് ഹൈഡ്രേഷൻ തരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പുറത്തുനിന്നുണ്ടാകുന്ന എല്ലാ ഹാംഫുൾ കെമിക്കൽസ് അല്ലെങ്കിൽ ഹാംഫുൾ ഡേർട്ട്, പൊല്യൂഷൻ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തടയാനായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് തരും. സെക്കൻഡ് പറയുകയാണെങ്കിൽ ഇറ്റ് കീപ്സ് അവർ സ്കിൻ ഹെൽത്തി ഓൾ ഡേ. അതായത് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ മോർണിംഗ് തന്നെ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്ത് നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഫുൾ ഡേ ഹെൽത്തിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഡേ അതിനെ നല്ല രീതിക്ക് പ്ലംബ് ആക്കി നിർത്താനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡേ ക്രീംസ് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ഉണ്ടാകാൻ കാരണമാകുന്ന ഫ്രീ റാഡിക്കൽസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡേ ക്രീംസിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളും. ഇനി നമുക്ക് നൈറ്റ് ക്രീംസിനെ കുറിച്ചിട്ട് നോക്കാം. നൈറ്റ് ടൈമിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഒട്ടും തന്നെ ഹാംഫുൾ തിങ്സുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നില്ല. അതായത് ഡേർട്ട്, പൊല്യൂഷൻ, UV റേസ് അങ്ങനെയുള്ള ഒരു ഇതുമായിട്ടും ഡയറക്റ്റ് കോൺടാക്ട് നമ്മുടെ സ്കിന്നിന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഡിഫൻസ് മോഡിലായിരിക്കില്ല. ഇപ്പോൾ പകൽ ടൈമിൽ നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ ഡിഫൻസ് മോഡിലായിരിക്കും. ഈ ഒരു പുറത്തുനിന്ന് വരുന്ന പൊല്യൂഷൻ അതൊക്കെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഡിഫൻസ് മോഡിലായിരിക്കും. പക്ഷേ നേരെ മറിച്ച് നൈറ്റ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡാമേജസുമായിട്ട് നമ്മുടെ സ്കിൻ എക്സ്പോസ് ആവാത്തത് കൊണ്ട് തന്നെ സ്കിന്ന് ഒരു റെസ്റ്റിംഗ് ഫേസിലായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ സ്കിന്ന് തന്നെത്താൻ അതിനെ റിപ്പയർ ചെയ്യുന്ന ഒരു ടൈമാണ് ഈ നൈറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ എല്ലാ ന്യൂട്രിയൻസ്, എന്തൊക്കെ ന്യൂട്രിയൻസ് നമ്മൾ സ്കിന്നിലേക്ക് കൊടുക്കുന്നോ ആ അത്രയും ന്യൂട്രിയൻസിനെ ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യാൻ റെഡി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു നൈറ്റ് ക്രീംസ് അതിൻ്റെ മേജർ റോള് പ്ലേ ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്കിന്നിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ നൈറ്റ് ക്രീംസ് എന്ന് പറയുന്നത്. ഈ ഒരു നൈറ്റ് ക്രീമിൽ നമ്മുടെ ഡേ ക്രീമിലുള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ ഭയങ്കര തിക്കായിരിക്കും. ഡേ ക്രീമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല തിക്നെസ് ഉണ്ടാവും. ഈ നൈറ്റ് ക്രീംസിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നാൽ ഗ്ലൈക്കോളിക് ആസിഡ്, അതുപോലെ തന്നെ റെറ്റിനോൾ പോലുള്ളവയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ ഒരു നൈറ്റ് ക്രീമിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഡേ ക്രീമിലേക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൂടാ, അപ്പോൾ നമുക്ക് ആ ഒരു ക്രീം തന്നെ രണ്ട് ടൈമിലും യൂസ് ചെയ്താൽ പോരെ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും.
പക്ഷേ അങ്ങനെ ആഡ് ചെയ്താലുള്ളൊരു കുഴപ്പം എന്താണെന്നാൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ്, അതായത് റെറ്റിനോൾ, ഗ്ലൈക്കോളിക് ആസിഡ് പോലെയുള്ളവയൊക്കെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് സെൻസിറ്റീവ് ആക്കും. അപ്പോൾ ഇങ്ങനെ സെൻസിറ്റീവ് ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ സൺറൈസ് മൂലം നമ്മുടെ സ്കിന്നിന് ഡിസ്കംഫർട്ട് ഉണ്ടാകുകയും റെഡ്നെസ്, ഇച്ചിനെസ് പോലെയുള്ള പ്രോബ്ലംസും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നൈറ്റ് ക്രീം സപ്പോസ് ഡേ ടൈമിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തിക്ക് കൺസിസ്റ്റൻസി മൂലം നമ്മുടെ സ്കിന്ന് ഭയങ്കര ഗ്രീസി ആയിട്ട് മാറും. ഭയങ്കര ഗ്രീസി ആൻഡ് ഓയിലി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ആ ഒരു ഫ്രഷ്നെസ് ഫീലിംഗേ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ ഒരു നൈറ്റ് ക്രീമും നമുക്ക് തിക്നെസ് കുറച്ചിട്ട് അല്ലെങ്കിൽ തിൻ കൺസിസ്റ്റൻസിയിൽ മാനുഫാക്ചർ ചെയ്തുകൂടാ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ ഒരു നൈറ്റ് ക്രീം വന്നിട്ട് തിക്ക് കൺസിസ്റ്റൻസിയിൽ എന്തുകൊണ്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് വന്നിട്ട് നൈറ്റ് ടൈമിൽ അതിൻ്റെ ആ ഒരു നാച്ചുറൽ മോയ്സ്ചർ ആ ഒരു നൈറ്റ് ഫുള്ള് കൊണ്ട് നമ്മുടെ നാച്ചുറൽ മോയ്സ്ചർ നഷ്ടമാകും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ തിക്കായിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഹോൾ നൈറ്റും നമ്മുടെ സ്കിന്നിനെ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താനായിട്ട് സഹായിക്കും. അത് മാത്രമല്ല ഈ ഒരു നൈറ്റ് ക്രീമിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയും നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ല റിഫ്രഷ്ഡ് ആക്കി വെക്കാനും സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡേ ക്രീം ആൻഡ് നൈറ്റ് ക്രീമിൻ്റെ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് മോയ്സ്ചറൈസറിൽ തന്നെ 2 ടൈപ്പ്, അതായത് ഡേ ക്രീം ആൻഡ് നൈറ്റ് ക്രീം എന്നുള്ള രീതിയിൽ 2 ടൈപ്പ് മോയ്സ്ചറൈസർ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.